ഇവിടെ നമുക്കൊന്ന് കഴിഞ്ഞ ഗ്രൂപ്പിലേക്ക് വന്ന കണക്കുകൾ ബാക്കി ചെയ്യാം. അടുത്തത്, a student was asked to divide a number by 3, but instead of dividing he multiplied it by 3 and he got 29.7. അതായത് ഒരു കൊച്ചിനടുത്ത് ഒരു നമ്പർ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ അവൻ അതിന് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആൻസർ 29.7 കിട്ടി. വാട്ട് ഈസ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എത്രയാണെന്ന് ചോദിച്ചേക്കുക. ഓക്കെ, അവനോട് 3 വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അവന് തന്ന നമ്പറിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇവന് ഈ 29.7 കിട്ടിയത്. അപ്പോൾ ഒറിജിനൽ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒറിജിനൽ നമ്പർ കിട്ടി, അതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ട ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ വീണ്ടും 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ മൊത്തം 9 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 9 27 പിന്നെ 2 3.3 എന്നിട്ട് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത്, വാട്ട് ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് 3600 മസ്റ്റ് ബി ഡിവൈഡഡ് ടു മേക്ക് എ പെർഫെക്റ്റ് ക്യൂബ്? 3600നെ പെർഫെക്റ്റ് ക്യൂബ് ആക്കാനായിട്ട് ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യണമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പറയട്ടെ. അത് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഫാക്ടറുകളാക്കണം. ആ ഫാക്ടറുകളുണ്ടാകുന്ന ക്യൂബുകൾ മാത്രം സെപ്പറേറ്റ് ആക്കുക, ബാക്കിയെല്ലാം എടുക്കുക. ഈ ബാക്കിയുള്ളത് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പെർഫെക്റ്റ് ക്യൂബ് ആയിക്കോളും. അപ്പോൾ 3600 നമുക്ക് 36 × 100 എന്ന് എഴുതാം. 36 നമുക്ക് 6 × 6 എന്ന് എഴുതാം. 6 നമുക്ക് 2 × 3 എന്ന് എഴുതാം. അപ്പോൾ ഇതും 2 × 3. 100 നമുക്ക് 10 × 10 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് 5 × 2 എന്നും ഇതിനെ നമുക്ക് 5 × 2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഡിവൈഡ് ചെറുതാക്കാൻ പറ്റത്തില്ലോ. അപ്പോൾ നോക്കി, ഇവിടെ 2 3 തവണയുണ്ട്. അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 2⁻³ എന്ന് കിട്ടും. വേറെ എന്തെങ്കിലും ക്യൂബായിട്ട് കിടപ്പുണ്ടോ? 3 1 2 തവണയേ ഉള്ളൂ. 5 2 തവണ, പിന്നെ 2 കിടപ്പുണ്ട്. അപ്പോൾ 2 ക്യൂബ് മാത്രമേ ഇവിടെ ക്യൂബായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് കളയണം. ഈ 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 4 8. ഈ 3600നെ 8 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 8 32, പിന്നെ 4 8 5 40 0. 450 ഇതിൽ നിന്ന് കളയണം. അപ്പോൾ ബാക്കി 8 വരും, അതായത് 2 ക്യൂബ്. അപ്പോഴാണിത് ക്യൂബ് ആകത്തുള്ളൂ. 450 നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ റോപ്പ് മേക്സ് 140 റൗണ്ട്സ് ഓഫ് സർക്കംഫറൻസ് ഓഫ് എ സിലിണ്ടർ. അതായത് ഒരു റോപ്പ് വെച്ചിട്ട് ഒരു സിലിണ്ടറിൻ്റെ ചുറ്റും 140 ചുറ്റാൻ പറ്റും. ദ റേഡിയസ് ഓഫ് ബേസ് ഇസ് 14 സെൻറ്റിമീറ്റർ. ആ സിലിണ്ടറിൻ്റെ ബേസ് റേഡിയസ് 14 സെൻറ്റിമീറ്റർ ആണ്. ഹൗ മെനി ടൈംസ് ക്യാൻ ദ സെയിം റോപ്പ് ഗോ അറൗണ്ട് എ സിലിണ്ടർ വിത്ത് റേഡിയസ് 20 സെൻറ്റിമീറ്റർ? അങ്ങനെ 20 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സിലിണ്ടറിന് ചുറ്റും എത്ര ചുറ്റാൻ പറ്റുമെന്ന് ചോദിച്ചേക്കുന്നത്. നോക്കി, നമ്മുടെ സിലിണ്ടറിൻ്റെ ചുറ്റും ഒരു തവണ റോപ്പ് ചുറ്റുമ്പോൾ ഉണ്ടല്ലോ എത്ര ലെങ്ത്ത് വരുമെന്ന് അറിയാമോ? ഈ സിലിണ്ടറിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ സർക്കിളല്ലേ, ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണോ അത്രയും ലെങ്ത്ത് ആണ് ഒരു ചുറ്റിൽ വരുന്ന ലെങ്ത്ത്. അപ്പോൾ നമ്മുടെ ഈ റോപ്പ് കൊണ്ട് 140 ചുറ്റിയെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ എടുക്കുക. സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr. ഇവിടെ 14 സെൻറ്റിമീറ്റർ. അപ്പോൾ 2π × 14, ഇത് ഒരു ചുറ്റിൻ്റെ ലെങ്ത്താണ്. മൊത്തം 140 ചുറ്റി. ഇതാണ് നമ്മുടെ റോപ്പിൻ്റെ ലെങ്ത്ത്. നമ്മുടെ ചോദിച്ചേക്കുന്നത് 20 സെൻറ്റിമീറ്റർ ബേസ് റേഡിയസ് ഉള്ള സിലിണ്ടറിനകത്ത് ഈ സെയിം റോപ്പ് വെച്ച് എത്ര ചുറ്റാൻ പറ്റുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റുന്നത് സെയിം റോപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ റോപ്പിൻ്റെ ലെങ്ത്ത് സെയിമാണ്. ഇനി രണ്ടാമത് എടുക്കാൻ പോകുന്ന ആ സിലിണ്ടറിൻ്റെ പെരിമീറ്റർ എടുക്കുക. 2π × 20. എത്ര ചുറ്റു പോകുന്നല്ലേ ചോദിച്ചേക്കുന്നത്, അത് നമ്മൾ n എടുക്കുക. ഇത് റോപ്പിൻ്റെ ലെങ്ത്ത്, ഇതും റോപ്പിൻ്റെ ലെങ്ത്ത്. ഇനി ഇത് സോൾവ് ചെയ്ത് n കണ്ടുപിടിച്ചാൽ മതി നമ്മുടെ ആൻസർ കിട്ടാനായിട്ട്. 2πയും പോയി. 20 ഇങ്ങോട്ട് ഇട്ടുകഴിഞ്ഞാൽ 7 കിട്ടും. 14 7 98. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തത്, എ മാൻ കംപ്ലീറ്റ്സ് എ ജേർണി ഇൻ 8 hours. 8 മണിക്കൂറിൻ്റെ ഒരാൾ യാത്ര കംപ്ലീറ്റ് ആക്കും. ഹി കവേഴ്സ് ഹാഫ് ദ ഡിസ്റ്റൻസ് അറ്റ് 40 km/h ആൻഡ് ദ റെസ്റ്റ് അറ്റ് 60 km/h. അയാൾ ഹാഫ് ഡിസ്റ്റൻസ് 40 km/hലും ബാക്കി ഹാഫ് 60 km/hലാണ് പോയത്. ദ ലെങ്ത് ഓഫ് ദ ജേർണി ഈസ്, ആ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് ഇയാൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കി, ഇയാൾ ടോട്ടൽ യാത്രയുടെ ഫസ്റ്റ് ഹാഫ് 40 km/hലും സെക്കൻഡ് ഹാഫ് 60 km/hലാണ് പോയത്. നോക്കി, ഇവിടെ ട്രാവൽ ഡിസ്റ്റൻസും സെയിമാണ്. നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ സ്പീഡ് റേഷ്യോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൈം റേഷ്യോ കിട്ടും. അപ്പോൾ നോക്കി, ഇവിടുത്തെ സ്പീഡ് റേഷ്യോ ഇത്ര ഡിസ്റ്റൻസ് പോകാനെടുത്ത സ്പീഡ് 40, സെയിം ഡിസ്റ്റൻസ് പോകാനെടുത്തത് 60. റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 2:3 എന്ന് കിട്ടും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് പോകാനെടുത്ത ടൈമും ഈ ഡിസ്റ്റൻസ് പോകാനെടുത്ത ടൈമിൻ്റെ റേഷ്യോ കിട്ടാനായിട്ട് ഇത് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 3:2 എന്ന് കിട്ടും. ഇനി ഇയാൾ ടോട്ടൽ എടുത്ത ടൈം എന്ന് പറയുന്നത് 8 hours. ആദ്യത്തെ ഹാഫ് പോകാൻ 3 യൂണിറ്റ്, രണ്ടാമത്തെ ഹാഫ് പോകാൻ 2 യൂണിറ്റ്. ഇതിൻ്റെ സമ്മാണ് ഇവിടെ തന്നേക്കുന്ന 8 hours. അപ്പോൾ
അപ്പോൾ 3 ഇൻറ്റു കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 5. ഇതിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു 8/5 2 എന്ന് പറയുന്നത് 2 ഇൻറ്റു 8/5 ഇത്രയും അവർ. അപ്പോൾ നോക്കി, ഇത്രയും ഡിസ്റ്റൻസ് പോകാനായിട്ട് ഇയാളെടുത്ത സ്പീഡ് 40 km/h, ഇയാളെടുത്ത ടൈം 3 ഇൻറ്റു 8/5 അവർ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് 40 ഇൻറ്റു 3 ഇൻറ്റു 8/5 ചെയ്താൽ പോരെ. സെയിം ഡിസ്റ്റൻസ് തന്നെയല്ലേ അവിടെയും പോയത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് ഇതിനെ 2 വെച്ച് മുടിച്ചാൽ മതി. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 5 മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ 8. 8 8 64. പിന്നെ 3 2 6 ഗുണിച്ചാൽ എത്ര കിട്ടും? 6 36. 360 24. 384 എന്ന് നമ്മുടെ ആൻസർ. നോക്കുകയാണെങ്കിൽ ഇതെടുത്തും ചെയ്യാം കേട്ടോ. ഈ ഹാഫ് പോകാനെടുത്ത സ്പീഡ് 60, എടുത്ത ടൈം 2 ഇൻറ്റു 8/5. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് 60 ഇൻറ്റു 2 ഇൻറ്റു 8/5 ചെയ്താൽ മതി. സെയിം ഡിസ്റ്റൻസ് തന്നെയല്ലേ ഇവിടെയും പോയത്. അപ്പോൾ ഇത് ഇൻറ്റു 2 ചെയ്ത് നമ്മുടെ ആൻസർ ആവും. ഓക്കെ, 5 ഇങ്ങോട്ട് ഇട്ടിക്കഴിഞ്ഞാൽ 12. 2 2 4. 12 ഇൻറ്റു 4 ചെയ്താൽ 48. 48 ഇൻറ്റു 8 എത്ര ഇടും? 4 32. 320. പിന്നെ 8 8 64. അപ്പോൾ 384 വരും ടോട്ടൽ ഡിസ്റ്റൻസ്. അതിനല്ലേ ഇവിടെയും കിട്ടിയത്. ക്ലിയർ ആണല്ലോ. അടുത്തത്, in water you must take grocer mix 2 varieties of tea costing Rs.15 and Rs.20perkg respectively so as to get a mixture worth of Rs.16.5/kg. അതായത് 15 കിലോയ്ക്ക് വിലയുള്ള ചായപ്പൊടിയും 20 രൂപ കിലോയ്ക്കുള്ള ചായപ്പൊടിയും ഏത് റേഷ്യോ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിലോയ്ക്ക് 16.5 രൂപ വിലയുള്ള ചായപ്പൊടി കിട്ടുന്നതെന്ന് വെച്ചേക്കുന്നത്. ഇത് മിക്സ്ചർ ആൻഡ് അലിഗേഷന് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ പോയിട്ട് മിക്സ്ചർ, അലിഗേഷൻ, റേഷ്യോ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വരിക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതൊക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് അലിഗേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം. നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് കിലോയ്ക്ക് 15 രൂപ വിലയുള്ള ചായപ്പൊടിയും കിലോയ്ക്ക് 20 രൂപ വിലയുള്ള ചായപ്പൊടിയും. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16.5 രൂപ വിലയുള്ള ചായപ്പൊടിയാണ്. അപ്പോൾ അത് ഇവിടെ എഴുതുക, 16.5. ഇനി നോക്കുക, ഈ 15നും 20നും ഇടയ്ക്കാണ് 16.5 കിടക്കുന്നത്. 20ൽ നിന്ന് 16.5 കുറയ്ക്കും. അപ്പോൾ എത്ര കിട്ടും? 16.5ൻ്റെ കൂടെ 0.5 കൂട്ടിക്കഴിഞ്ഞാൽ 17 ആവും. പിന്നെ ഒരു 3 കൂടെ കൂട്ടിയാൽ മതി. ഇനി 16.5 നിന്ന് ഈ 15 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 15ൻ്റെ കൂടെ 1.5 കൂട്ടുമ്പോഴാണ് 16.5 കൂട്ടുന്നത്. ഈ റേഷ്യോയില്ലേ, ഈ റേഷ്യോയിലായിരിക്കും നമ്മൾ മിക്സ് ചെയ്യുന്നത്. അതായത് 15 രൂപ വിലയുള്ള ചായപ്പൊടിയും 20 രൂപ വിലയുള്ള ചായപ്പൊടിയും കൂടെ 3.5:1.5 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് 16.5 വിലയുള്ള ചായപ്പൊടി കിട്ടും. ഇനി ഇത് കറക്റ്റ് റേഷ്യോ ആക്കിയാൽ മതി. രണ്ടിടത്ത് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 35 15 ആവും. ഇനി 5 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 7 ഇവിടെ 3 വരും. 7:3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് ഇത് സോൾവ് ചെയ്യും. 0.07% ഓഫ് 1250 മൈനസ് 0.02% ഓഫ് 650. ഇത് 0.07% അല്ലേ. പെർസെൻറ്റേജ് മാറ്റാനായിട്ട് എന്തായാലും താഴെ 100 വേണം. ഇനി ഈ 0.07 പോയിൻ്റ് പോകാനായിട്ട് മേളിൽ താഴെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെയും ഒരു 100 ഇടുക. അതുപോലെ തന്നെ ഇവിടെ പെർസെൻറ്റേജ് പോകാനായിട്ട് ഒരു 100 ഇടണം. ഇനി 0.02 അല്ലേ, ഇതിന് നമുക്ക് 2/100 നൽകാം. അപ്പോൾ വീണ്ടും ഒരു 100 വരും. ഇനി 100 1250 0യും 0യും പോവും. 5 വെച്ച് ഇട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2, ഇവിടെ 5 വെച്ച് ഇട്ടിക്കഴിഞ്ഞാൽ 25 വരും. 25 × 5 ആണ് 125. ഇനി ഇവിടെയോ ഈ 0യും 0യും പോവും. 5 വെച്ച് ഇട്ടിയാൽ 2, 5 വെച്ച് ഇട്ടിക്കഴിഞ്ഞാൽ 13 വരും. അപ്പോൾ നോക്കി, ഇവിടെ രണ്ടിടത്തും /200 ഉണ്ട്. ബാക്കി ചെയ്തേ 7 × 25 ചെയ്ത് കഴിഞ്ഞാൽ 135 175 വരും. ഇവിടെ 2 × 13 ചെയ്ത് കഴിഞ്ഞാൽ 26 വരും. 175 26 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 175 20 പോയി കഴിഞ്ഞാൽ 155. 155 6 പോയി കഴിഞ്ഞാൽ 149. ഇനി താഴെ ഒരു 200 ഉണ്ട്. 2 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 7 14. പിന്നെ 4 8 1 പിന്നെ 0.5. അപ്പോൾ 74.5/100 എന്ന് വരും. ഈ 2 പോയിൻ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ 0.745 എന്ന് വരും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് പ്രൊഡക്റ്റ് ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ഇസ് 2500. 2 പോസിറ്റീവ് നമ്പർ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്താൽ 2500 കിട്ടും. ഇഫ് 1 is 4 times the other, the sum of the 2 numbers. ഒരെണ്ണം മറ്റേതിൻ്റെ 4 times ആണ്. അപ്പോൾ ഒരു നമ്പർ എക്സ് ആണെങ്കിൽ മറ്റേ 4x എന്ന് വിളിക്കാം. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2500 കിട്ടും. 4x × x അല്ലേ, അപ്പോൾ 4x². 4 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 25 വരും. അപ്പോൾ x² = 25² എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി 25. സമ്മ് കണ്ടുപിടിക്കാനല്ലോ പറഞ്ഞേക്കുന്നത് രണ്ടിൻ്റെ. ഒരെണ്ണം എക്സ് ആണെങ്കിൽ മറ്റേത് 4x. അപ്പോൾ അത് 100. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 125 കിട്ടും. അടുത്തത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് Rs.1920. ഒരു സാധനത്തിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഉണ്ട് 1920.
ഷോപ്പ് allows a discount of 10% and gains 8%. അതിന് ഷോപ്പ് കീപ്പർ 10% ഡിസ്കൗണ്ട് കൊടുത്തു, അപ്പോൾ അയാൾക്ക് 8% പ്രോഫിറ്റ് കിട്ടി. ഇഫ് നോ ഡിസ്കൗണ്ട് ഇസ് അലൗഡ് ഹിസ് ഗെയിൻ പെർസെൻറ്റേജ് വിൽ ബി. ഇപ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തില്ലെങ്കിൽ ഗെയിൻ പെർസെൻറ്റേജ് എത്രയായിരിക്കും നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുക. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന ക്വസ്റ്റനാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം പോയിട്ട് അതൊന്ന് പഠിച്ചിട്ട് വരിക. ഇതിൽ നമ്മൾ ഇതൊക്കെ വീഡിയോയുടെ ലിങ്ക് ചെയ്യാൻ മേളിൽ കൊടുത്തേക്കാം. നോക്കി, ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. ഈ പ്രൈസിനാണ് നമ്മൾ സാധനത്തിന് വില ഇട്ടിരിക്കുന്നത്. നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും. ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ വിൽക്കുന്ന വിലേനെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് വിളിക്കും. ഇനി ഇയാൾക്കൊരു കോസ്റ്റ് പ്രൈസ് ഉണ്ടാവും, അതിനെ നമ്മൾ CP എന്ന് വിളിക്കും. നമുക്കിവിടെ ഡിസ്കൗണ്ട് എത്രയാണെന്നും പ്രോഫിറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഈ ഗെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്നാണ് നടത്താം. ഡിസ്കൗണ്ടും പ്രോഫിറ്റും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. മാർക്കറ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 100 + P ഡിവൈഡഡ് ബൈ 100 - D. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള റിലേഷൻ കിട്ടും. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇഫ് നോ ഡിസ്കൗണ്ട് ഇസ് അലൗഡ് ഹിസ് ഗെയിൻ പെർസെൻറ്റേജ് വിൽ ബി. ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ 8% പ്രോഫിറ്റ്. ഡിസ്കൗണ്ട് കൊടുത്തില്ലെങ്കിൽ പ്രോഫിറ്റ് എത്ര ശതമാനമായിരിക്കും നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ വിൽക്കുന്നത് മാർക്കറ്റ് പ്രൈസിന് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ M/C റേഷ്യോ കിട്ടും. M എന്ന് പറഞ്ഞാൽ 100 + P ആണ്. 100-നോടെ പ്രോഫിറ്റ് കൂട്ടുക. പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജാണ്? 8. അപ്പോൾ 108. താഴെ 100-ൽ നിന്ന് D കുറയ്ക്കുക, 100-ൽ നിന്ന് ഡിസ്കൗണ്ട് കുറയ്ക്കുക, 10. അപ്പോൾ എത്ര ഇടും? 90 കിട്ടും. മേളിൽ താഴെ 9 ചുട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ 9 പോവും, 10 വരും. മേളിൽ 12 വരും. 12 × 9 ആണ് 108. ഈ 2 ചുട്ടിയാൽ 6, ഇവിടെ 5 വരും. അപ്പോൾ നോക്കി, കോസ്റ്റ് പ്രൈസ് 5, മാർക്കറ്റ് പ്രൈസ് 6. ഇപ്പം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാതെ വിൽക്കാൻ പോകുന്നത്, അതായത് മാർക്കറ്റ് പ്രൈസിന് നമ്മൾ സാധനം വിൽക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കി, 5 രൂപയുടെ സാധനം നമ്മൾ 6 രൂപയ്ക്ക് വിൽക്കും. എത്ര നമ്മുടെ പ്രോഫിറ്റ്? 1. നമ്മുടെ മുടക്ക് എത്രയാണ്? 5 × 100 ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇപ്പോൾ എത്ര കിട്ടും? 20% കിട്ടും നമ്മുടെ ആൻസർ. ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസ് പെർസെൻറ്റേജ് ഇതെല്ലാം നമ്മൾ കോസ്റ്റ് പ്രൈസിൻ്റെ ടേംസിലാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഈ പ്രോഫിറ്റ് 1 എഴുതിയിട്ട് താഴെ കോസ്റ്റ് പ്രൈസ് 5 എഴുതിയിരുന്നു. ഓക്കെ, നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നന്നായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ഓക്കെ, അടുത്തേക്ക് പോകാം. 1 year ago, മാൻ വാസ് 7 times as old as his son. ഒരു വർഷം മുമ്പ് ഒരാളുടെ ഏജ് എന്ന് പറഞ്ഞാൽ അയാളുടെ സണ്ണിൻ്റെ ഏജിൻ്റെ 7 times ആയിരുന്നു. ഇപ്പോൾ ആളുടെ ഏജ് M ആണെന്ന് വിചാരിക്കുക. ഒരു വർഷം മുമ്പ് ഇയാളുടെ ഏജ് M-1. ഇതെന്ന് പറഞ്ഞാൽ ഇയാളുടെ സണ്ണിൻ്റെ ഏജിൻ്റെ 7 times ആയിരുന്നു. അപ്പോൾ ഒരു വർഷം മുമ്പ് സണ്ണിൻ്റെ ഏജ് S-1. ഇത് × 7 M-1. നൗ ഹിസ് ഏജ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ഹിസ് സൺസ് ഏജ്. ഇപ്പോഴത്തെ പുള്ളിയുടെ ഏജ് എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ ഏജിൻ്റെ സ്ക്വയറാണ്. പ്രസൻറ്റ് ഏജ് ഓഫ് ദ മാൻ ഈസ്, ആളുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. ഈ ക്വസ്റ്റൻ ഉണ്ടല്ലോ, നമുക്കിത് സോൾവ് ചെയ്യാണ്ടും ചെയ്യാൻ പറ്റും. അതായത് ആളുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞേക്കുന്നത്, നമുക്ക് ആൻസറുകളിൽ പെർസെൻറ്റേജുകളാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് യൂസ് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് സണ്ണിൻ്റെ ഏജിൻ്റെ സ്ക്വയറാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഏജ് ഉറപ്പായിട്ടും ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും. നമ്മൾ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ 36 സ്ക്വയറാണ്, 49 സ്ക്വയറാണ്, 67 സ്ക്വയറാണ്. ഇനി ഒരു വർഷം മുമ്പത്തെ ഇയാളുടെ ഏജ് എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ ഏജിൻ്റെ 7 times ആണ്. ഇപ്പോൾ ഇയാളുടെ ഏജ് 36 ആണെങ്കിൽ സണ്ണിൻ്റെ ഏജ് എത്രയായിരിക്കും? 6. ഇയാളുടെ ഏജ് 49 ആണെങ്കിൽ സണ്ണിൻ്റെ ഏജ് 7. ഇയാളുടെ ഏജ് 67 ആണെങ്കിൽ സണ്ണിൻ്റെ ഏജ് 8. ഒരു വർഷം മുമ്പത്തെ ഇയാളുടെ ഏജ് എന്ന് പറഞ്ഞാൽ 35. ഇതെന്ന് പറയുന്നത് ഒരു വർഷം മുമ്പത്തെ സണ്ണിൻ്റെ ഏജിൻ്റെ 7 times ആയിരിക്കണം. 6-ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 5. 5 × 7 ചെയ്താൽ 35 കിട്ടുമല്ലോ. അപ്പോൾ 36 നമ്മുടെ ആൻസർ. ബാക്കിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു വർഷം മുമ്പ് ഇയാളുടെ ഏജ് അപ്പോൾ എത്രയാണ്? 49 ഇപ്പോഴത്തെ ഏജെങ്കിൽ ഒരു വർഷം മുമ്പ് പുള്ളിയുടെ ഏജ് എന്ന് പറഞ്ഞാൽ 48 ആയിരിക്കും. അത് സണ്ണിൻ്റെ ഏജിൻ്റെ 7 times ആയിരിക്കണം. ഒരു വർഷം മുമ്പ് സണ്ണിൻ്റെ ഏജ് എത്രയായിരിക്കും? 6. 6 × 7 ചെയ്താൽ 42 അല്ലേ? അപ്പോൾ ഇതല്ല. ഇപ്പോൾ ഇയാളുടെ ഏജ് 67 ആണെങ്കിൽ ഒരു വർഷം മുമ്പ് എത്രയായിരിക്കും? 63. സണ്ണിൻ്റെ ഏജ് ഇപ്പോൾ 8, അപ്പോൾ തൊട്ട് മുമ്പത്തെ വർഷം 7. ഇത് × 7 ചെയ്യുമ്പോൾ ഈ 63 വരണം. 7 49 അല്ലേ? അപ്പോൾ ഇതുമല്ല. ഇതിനകത്ത് എല്ലാ കണ്ടീഷനും വന്നുകൊണ്ട് ഇത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ നൺ ഓഫ് ദീസ് കുത്തിയാണ്. മനസ്സിലായോ? ഇനി ഇത് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ M-1 = 7 × S-1 ഉണ്ട്. ഇത് അത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 7s - 7 എന്ന് ഇടും. ഈ -1 അങ്ങോട്ട് ഇടുക, അപ്പോൾ +1 ആവും. അപ്പോൾ M = 7s - 6 എന്ന് വരും. ഇവിടെ M = S² എന്ന് വരും. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ S² = 7s - 6 എന്ന് വരും. S² - 7s + 6 = 0 എന്ന് വരും. ഇത് സോൾവ് ചെയ്ത് നമുക്ക് സണ്ണിൻ്റെ ഏജ് കിട്ടും. നോക്കി, ഇവിടെ മൈനസും പ്ലസ്സും ആണ്. അപ്പോൾ സൊല്യൂഷൻ രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഇത് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം. ഇനി നോക്കി, കൂട്ടിയാൽ
7 ഗുണിച്ച 6 കിട്ടണം, കൂട്ടി 7 ഗുണിച്ച 6 കിട്ടണം. അപ്പം 6ഉം 1ഉം ആയിരിക്കും. അപ്പോൾ സണ്ണിൻ്റെ ഏജ് ഒന്നുകിൽ 6 അല്ലെങ്കിൽ 1 ആയിരിക്കും. 6 ആണെങ്കിൽ ഫാദറിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ, അപ്പോൾ 36. 1 ആണെങ്കിൽ ഫാദറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ 1. അതെന്തായാലും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. സണ്ണിൻ്റെ ഏജ് 6, ഫാദറിൻ്റെ ഏജ് 36. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റേഷ്യോ ഓഫ് കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ കെ ഈസ് 20:21. ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ 20:21 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ ഇറ്റ്? ഇതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിപ്പോൾ നോക്കി. കോസ്റ്റ് 20, സെല്ലിംഗ് പ്രൈസ് 21. 20 രൂപയുടെ സാധനം 21 വിറ്റു, പ്രോഫിറ്റ് 1. നമ്മുടെ മുടക്ക് എത്രയാണ്? 20 ഇൻറ്റു 100 1/20 എന്ന് പറഞ്ഞാൽ 5%. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തേക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോ പിടിക്കാം.